പ്രാചീന റോമൻ കലണ്ടറിൽ 10 മാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ മാസം മാർഷ്യസ് ആയിരുന്നു, അതായത് ഇന്നത്തെ മാർച്ച്. പിന്നീട് പൊമ്പിലിയസ് എന്ന് പറയുന്ന ചക്രവർത്തിൻ്റെ കാലത്ത് 2 മാസങ്ങൾ കൂടി അവസാനം കൂട്ടിച്ചേർത്തു, അതായത് ജനുവരിയാസും ഫെബ്രുവരിയാസും. ഈ ജനുവരി എന്ന് പറയുന്ന മാസത്തിൽ, അതായത് ജാനസ് എന്ന് പറയുന്ന ഒരു റോമൻ ദൈവത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് അങ്ങനെ ഇട്ടത്. ഇദ്ദേഹം എന്ന് വെച്ചാൽ തുടക്കത്തിൻ്റെ ദേവതയായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ടായിരുന്നു, അത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും തുറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം കലണ്ടറിൽ ആദ്യത്തെ മാസമായിട്ട് ജനുവരി മാറുകയുണ്ടായത്. അത് ഡിസംബർസ് എന്ന് പറയുന്നൊരു ചക്രവർത്തിയുടെ കാലത്താണെന്നാണ് പറയുന്നത്. പക്ഷേ റോമിലെ ജനങ്ങൾ BC 150 വരെ മാർച്ച് തന്നെയാണ് ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ചിരുന്നത്. പിന്നീട് ജൂലിയസ് സീസറിൻ്റെ കാലത്ത് BC 46 ജൂലിയൻ കലണ്ടർ വന്നപ്പോൾ ജനുവരി 1 ന്യൂ ഇയർ ആയിട്ട് വരികയാണ് ചെയ്തത്. പിന്നീട് 1582 ഗ്രിഗോറിയൻ കലണ്ടർ വന്നപ്പോഴും ജനുവരി 1 തന്നെയായിരുന്നു ന്യൂ ഇയർ. അങ്ങനെയാണ് നമ്മുടെ ജനുവരി 1 ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ന്യൂ ഇയർ ആയിട്ട് മാറിയത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.